ഒരു ഫിലിം മേക്കർ എന്നുള്ളത് ഞാൻ എടുക്കേണ്ട ഡിസിഷനാണ്. എനിക്ക് എൻ്റെ സ്റ്റൈലിൽ തുടരണോ, അതിന് തുടരാനുള്ള എല്ലാ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ കണ്ടിന്യൂസ്ലി അത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയാൽ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ സർവൈവ് ചെയ്യാതെ വരും. സർവൈവ് ചെയ്യാതെ വന്നാൽ ഞാൻ പതുക്കെ പുറത്താവും. അപ്പം ഞാൻ എക്സിസ്റ്റൻസിന് വേണ്ടി കുറച്ച് മാറണോ വേണ്ടയോ, അതൊരു ഫിലിം മേക്കറുടെ ചോയ്സാണ്. ഒരുപക്ഷെ മോഹൻലാലിനെ പോലെ ഒരു വലിയ സ്റ്റാർ വന്നില്ലായിരുന്നെങ്കിൽ പടം ഒരുപക്ഷെ ഈ ലെവലിലൊരു എന്താ പറയുക, ഒരു ബോക്സ് ഓഫീസിലേക്ക് ചിലപ്പോൾ പോകത്തില്ല. കാരണം ഇത് തുടക്കത്തിൽ ഈ കഥയെന്ന് ഞാനിത് സ്ക്രിപ്റ്റ് വേറെ അക്കൗണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. ഞാനത് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്നില്ല, പിന്നെ ഞാൻ ആ പറച്ചിൽ നിർത്തി. പക്ഷെ ഞാൻ ഇനി ഇത് എങ്ങനെ പോയാലും ഞാനതിന് ഫാമിലി ഡ്രാമ എന്നുള്ള അപ്രോച്ചിൽ അതിനകത്തെ ക്യാരക്ടറൈസേഷൻ ഇപ്പം അതിനകത്ത് മുങ്ങിപ്പോയ ക്യാരക്ടേഴ്സ് 2 അമ്മമാർ. ബേസിക്കലി സാറിൻ്റെ 19th ഇയർ ഫിലിംസ് ആണ്, ഓൾമോസ്റ്റ് 20 ആവാറായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സാർ പല ജോണേഴ്സിലുള്ള സിനിമകൾ ചെയ്തു, പല ഭാഷകളിൽ വർക്ക് ചെയ്തു. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു മോസ്റ്റ് പീപ്പിൾ സംസാരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ സാറിൻ്റെ ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഔട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ദൃശ്യം ഫ്രാഞ്ചൈസ് ആണ്. അപ്പോൾ സാറിന് അത് എപ്പോഴെങ്കിലും ഒരു ബേർഡൻ ഓഫ് എക്സ്പെക്ടേഷൻസ്, ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് അത് ആ ദൃശ്യത്തിലേക്ക് തിരിച്ചും വീണ്ടും വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഷോൾഡർ കുറച്ചുകൂടെ വെയിറ്റ് താങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ വീണ്ടും അതിലേക്ക് തന്നെ വരുമ്പോൾ? ഇല്ല, ഒരു പ്രീക്വലോ അല്ലെങ്കിൽ സീക്വലോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പടത്തിൻ്റെ ഓൾറെഡി സക്സസ് ആയ ഒരു പടത്തിൻ്റെ ചെയ്യുമ്പോൾ അത് ഏത് സിനിമ എടുത്താലും അതിൻ്റെ ഒരു ബേർഡൻ ഉണ്ടാവും. കാരണം സക്സസ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ആ ലെവലായിരിക്കും. പിന്നെ ഞാൻ അങ്ങനെ അതിനെ ഒത്തിരി ഭയക്കുന്നില്ല, അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ സിനിമ എന്താണ് എന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, എൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ്. അതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ് ദൃശ്യം. അപ്പം നമ്മൾ ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു വന്നെങ്കിലും ദൃശ്യത്തെക്കുറിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ദൃശ്യം ഒരു ഫ്രാഞ്ചൈസി എടുക്കാമെങ്കിൽ അതൊരു ഡ്രാമയാണ് ആക്ച്വലി. പക്ഷേ അതിനെ ത്രില്ലറായിട്ട് ആൾക്കാർ ടാഗ് ചെയ്തു. എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല. ഞാനെപ്പോഴും അതിനെ ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും തേർഡ് വരുമ്പോഴും ഞാനതിനെ ഡ്രാമ എന്ന് പറയുന്നതാണ്. എല്ലാവരും ജോർജ് കുട്ടിയുടെ അതിനകത്തെ ട്വിസ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കണ്ടുപോവുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. ഞാനത് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്നില്ല, പിന്നെ ഞാൻ ആ പറച്ചിൽ നിർത്തി. പക്ഷെ ഞാൻ ഇനി ഇത് എങ്ങനെ പോയാലും ഞാനതിന് ഫാമിലി ഡ്രാമ എന്നുള്ള അപ്രോച്ചിൽ അതിനകത്തെ ക്യാരക്ടറൈസേഷൻ ഇപ്പം അതിനകത്ത് മുങ്ങിപ്പോയ ക്യാരക്ടേഴ്സ് 2 അമ്മമാർ. അപ്പോൾ ഫസ്റ്റിനകത്തൊരു ക്രൈം വന്നപ്പം അതുമായിട്ട് അയാൾ ബുദ്ധിപരമായൊരു കാര്യം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ജോർജ് കുട്ടി ഭയങ്കര അതിബുദ്ധിമാനൊന്നുമല്ല, അയാളൊരു കോമൺ സെൻസ് ഉള്ളൊരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെയാണ് ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. അവിടെ നിങ്ങൾ ആ സിനിമ ഫസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് മീനയുടെ ക്യാരക്ടർ ആ കുട്ടി ബൈ മിസ്റ്റേക്ക് ആ പയ്യനെ കൊന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് പറയുന്നുണ്ട് മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസാണ്, ആക്ച്വലി ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. അവിടെ പുള്ളിക്കാരത്തി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂമെൻ്റാണ് ആ സിറ്റുവേഷനിൽ പുള്ളിക്കാരത്തി ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് എനിക്കൊരു ധൈര്യം വന്നു, പിന്നെ എനിക്കറിയാം. പിന്നെ ജോർജ് കുട്ടിയിലേക്ക് അത് കൈമാറി. ആ ജോർജ് കുട്ടിയുടെ രീതിയിൽ അതിനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് പോലെ സെക്കൻഡിലും തേർഡിലും എല്ലാം അവരുടെ ഇമോഷൻസും അവരുടെ പ്രശ്നങ്ങളും ഈ 2 ഫാമിലി തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ. ശരിക്കും എനിക്കതിൻ്റെ തോട്ട് കിട്ടിയത് തന്നെ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെയാണ്. 2 ഫാമിലി തമ്മിലുള്ള ഇഷ്യൂ. അന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലെത്തുമ്പോൾ ഈ ആരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ ഓഡിയൻസിനുണ്ടാവും. കാരണം 2 ഫാമിലിയുടെ ഭാഗത്ത് ശരിയുണ്ട്, 2 ഫാമിലിയുടെ ഭാഗത്ത് തെറ്റുമുണ്ട് എന്ന് പറയുന്നൊരിതാണ്. പക്ഷേ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വരികയും അദ്ദേഹം ഒരു ബുദ്ധിപരമായൊരു കാര്യം ചെയ്തപ്പോഴത്തേക്കും അത് ബ്രില്യൻസായി മാറി, പിന്നെ ട്വിസ്റ്റായി മാറി. സെക്കൻഡ് വന്നപ്പോൾ കുറേ ട്വിസ്റ്റുകളായി മാറി. അങ്ങനെ അതിനെ ഒരു ത്രില്ലർ സിനിമയിലേക്ക് ടാഗ് ചെയ്യപ്പെട്ടു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നത് ഒരിക്കലുമല്ല. ഒന്ന് നിങ്ങളതിനകത്തേക്ക് നിങ്ങളിപ്പം ചിന്തിക്കുന്നതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് നോക്കും. അതിനകത്തൊരു ഇമോഷനുണ്ട്. സ്വന്തം മകൻ മിസ്സിങ് ആണ്. ആപ്പനും അമ്മ എന്ത് പറ്റിയത്? മകനൊരു പാളിച്ച പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കാം എന്ന് കരുതി ജോർജ് കുട്ടിയുടെ ഫാമിലി അവർ മനഃപൂർവ്വം ചെയ്തതാണ്? അല്ല, അതും ഒരു കൈവത്വമാണ്. അപ്പോൾ ഇതിനകത്ത് 2 അമ്മമാരുടെ ഇമോഷനുണ്ട്, 2 അച്ഛന്മാരുടെ ഇമോഷനുണ്ട്.
പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ക്രൈമും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ആ സിനിമ വേറൊരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ തേർഡ് വരുമ്പോഴും ആൾക്കാർ ഭയങ്കര ട്വിസ്റ്റ് അതാന്നപ്പോൾ ഞാനതാ പറഞ്ഞു, ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഇമോഷണൽ ഫിലിം. അത് ഫസ്റ്റിലും ഉണ്ട് ഇമോഷൻ, സെക്കൻഡിലും ഉണ്ട്, തേർഡിലും ഇമോഷനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന എന്താണോ അതുവഴി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതിപ്പം ഫസ്റ്റ് പോലെ സെക്കൻഡ് ആയോ എന്ന് ചോദിച്ച് അതിനെ പേടിച്ചിട്ട് ഞാനില്ല. ഫസ്റ്റ് കഴിഞ്ഞ് ഓർഗാനിക്കലി ഒരു 7-8 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓർഗാനിക്കലി ആ കഥയ്ക്ക് ആ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അവസാനിക്കുമ്പോൾ നാട്ടുകാരുടെ സൊസൈറ്റിയുടെ ചിന്താധീനം, അവർ പാവമായിരുന്നു, അവരെ ആ സഹദേവൻ കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പം സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ആ 6-7 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുക? തീയില്ലാതെ പുകയുണ്ടാവുമോ? ചിലപ്പോൾ അവർ തെറ്റിയതായിരിക്കും. അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് മാറി. ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ പോയത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വന്നതാണ്. തേർഡ് വന്നപ്പോഴും ഇനി അവരുടെ ലൈഫിലെന്ത്? തേർഡിലേക്ക് വരുന്ന ഇതും അവരുടെ ജീവിതമാണ്. ജോർജ് കുട്ടിയുടെയും ഇവരുടെയും അത് കഴിഞ്ഞിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. കാരണം എല്ലാവർക്കും പ്രായം മാറുന്നതനുസരിച്ച്, ജോർജ് കുട്ടിക്ക് പ്രായം മാറുന്നതനുസരിച്ച് ആ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിന് മാറ്റങ്ങളുണ്ടാവും. നമ്മൾ പറയില്ല, ഒരു പ്രായം കഴിയുമ്പോൾ മച്യൂരിറ്റി ഉണ്ടാകുക. ഇപ്പോൾ അഞ്ജു എന്ന് പറയുന്ന 2 കുട്ടികൾ, അവർക്കും പ്രായം മാറുന്നതനുസരിച്ച് അവരുടെ ക്യാരക്ടറിലും മാറ്റങ്ങളുണ്ട്, അവരുടെ ചിന്താഗതികളിൽ മാറ്റമുണ്ട്, അവർക്ക് സംശയങ്ങൾ കൂടും, ചോദ്യങ്ങൾ കൂടും. അപ്പോൾ അതൊക്കെ സെക്കൻഡിനും തേർഡിലും അങ്ങനെയാണ് വരുന്നത്. അപ്പം കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ വളർച്ച, ആ ഫാമിലിയുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാനതിനെ ഒരു ബേർഡനായിട്ട് കണ്ട് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സക്സസ് പോലെ സെക്കൻഡ് പിടിക്കണം എന്നൊന്നല്ല, സെക്കൻഡ് കഴിഞ്ഞിട്ട് അതേപോലെ തേർഡ് പിടിക്കണം, ഇല്ല. ഫസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സെക്കൻഡ്. ഇമോഷൻ ബേസിക്കലി അതൊക്കെ തന്നെ, അതിൽ നിന്നും വ്യത്യസ്തമാണ് തേർഡ്. അപ്പോഴും ഇതെല്ലാം 3ഉം ഒരു ഫാമിലി ഇമോഷൻ്റെ ബേസ് ചെയ്തിട്ട് ഈ സിനിമ പോകുന്നു. ഈ ദൃശ്യം 1 എഴുതുമ്പോഴേ 2ഉം 3ഉം ഒക്കെ ഉണ്ടോ മനസ്സിൽ? അതോ ബേസിക്കലി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇതിങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. അത് കഴിഞ്ഞപ്പം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സാഹചര്യം പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. സാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ഒരു വെഡിങ്ങുമായിട്ട് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം, അഫയർ. അപ്പൊ 2 ഫാമിലീസിന്റെ ഭാഗത്തും ന്യായമുണ്ട്. അപ്പൊ അതിലൊരു ബ്യൂട്ടിഫുൾ ഡയലമ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു സിനിമയ്ക്കുള്ള ഐഡിയ കിട്ടുന്നത്. ഒരുപക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ബിഗ് സ്റ്റാർ ആക്ടർ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ, കാരണം അത് പുള്ളി വന്നതിനപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിയൻസ് ആ ഒരു ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് റൂട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ പുള്ളി അല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഡയലമ നിലനിൽക്കത്തില്ലായിരുന്നോ ആളുകളുടെ ഇടയ്ക്ക്? ഏത് ഫാമിലിക്ക് വേണ്ടി റൂട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല. കാരണം വെച്ചാൽ അതിനകത്ത് ഇമോഷണലി ഓഡിയൻസ്, നമ്മുടെ ഇപ്പോൾ ഏത് ആക്ടറാണേലും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറോ അല്ലെങ്കിൽ നമുക്ക് അവർ നന്നായിട്ട് അഭിനയിക്കാവുന്ന ഒരാളാണെങ്കിൽ നമ്മളിൽ എന്താ പറയുക, ആ ഇമോഷൻ അവർക്ക് അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കാൻ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് നിൽക്കും. അതിനകത്ത് പിന്നീട് എനിക്ക് മനസ്സിലായത് മറ്റവരുടെ കൂടെ നിൽക്കില്ല. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ അത് എൻ്റെ ഫസ്റ്റ് റിയലൈസേഷൻ അതായിരുന്നു. ഞാൻ വിചാരിച്ച് ഇവർ കൺഫ്യൂസ്ഡ് ആവുന്നു, പക്ഷെ അവിടെ അത് ഉണ്ടായില്ല. അതുണ്ടായൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ അതും ബാക്ക് ഫയർ ചെയ്തു. എൻ്റെ തോട്ട് ബാക്ക് ഫയർ ചെയ്ത സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അതിനകത്തും 2 ഫാമിലിയും ഇതുമാണ്, ഇമോഷനാണ്. പക്ഷേ അവിടെ ജോർജ് കുട്ടിയുടെ സ്ഥാനത്തെ പോലെ ഒരു നെഗറ്റീവ് കാര്യമാണ് ബിജുമേനോൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ഫീഡ്ബാക്ക് വന്നപ്പോൾ ബിജുമേനോട് കൂടെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ജോർജ് കുട്ടി ചെയ്തതിനേക്കാൾ വളരെ ക്രൂവൽ ഇതായിരുന്നു. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വേറെയാണ്, പക്ഷേ പാറ്റേൺ സെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ പുതിയ സിനിമകൾ ഇപ്പോൾ ഇവിടെ ഓടുന്നു, പുതിയ ചെറുപ്പക്കാരുടെ സിനിമകൾ, അതിനകത്ത് ഇമോഷൻ, ഇപ്പോൾ വാഴ, അതിനകത്ത് ഇമോഷൻ പറഞ്ഞു. അത് വലിയൊരു ആക്ടർ ഉണ്ടായിട്ടല്ലല്ലോ, അവരത് പെർഫോം ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആര് ചെയ്താലും ഈ സിനിമ, പക്ഷേ ഒരുപക്ഷെ മോഹൻലാലിനെ പോലെ ഒരു വലിയൊരു സ്റ്റാർ വന്നില്ലായിരുന്നെങ്കിൽ പടം ഒരുപക്ഷെ ഈ ലെവലിലൊരു എന്താ പറയുക, ഒരു ബോക്സ് ഓഫീസിലേക്ക് ചിലപ്പോൾ പോകത്തില്ല. കാരണം ഇത് തുടക്കത്തിൽ ഈ കഥയെന്ന് ഞാനിത് സ്ക്രിപ്റ്റ് വേറെ അക്കൗണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ തുടക്കത്തിൽ ഇത് ആദ്യം ചെയ്യാനിരുന്നത് വേറൊരാളെ വെച്ചുമായിരുന്നു. അപ്പോൾ പിന്നീട് അവിടുന്ന് അത് എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. ഈ ദൃശ്യം 2-ലെ മുരളി ഗോപി ചെയ്ത പോലീസ് കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ചും സർട്ടൻ ഡയലോഗ്സ് ഒക്കെ. അതിൽ മുരളി ഗോപി തന്നെയായിരുന്നു ഒരു ഫസ്റ്റ് ചോയ്സ് ക്യാരക്ടറിന് വേണ്ടിയിട്ട്? അതെ, നമ്മളവരെ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ ഒരു
ഒരു ഫ്രഷ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുരളിയിലേക്ക് പോയതാണ്. നമ്മളെപ്പോഴും ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് എടുക്കും. ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഡേറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ലീഡ് ആക്ടർ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോയ്സ് എടുത്തതിനകത്ത് മുരളി ഗോപി വന്നപ്പോൾ പെട്ടെന്ന് ഓക്കെ നമുക്കതൊരു ഡിസ്കഷനകത്ത് വന്നപ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നി. അങ്ങനെ ചെയ്തതാണ്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സിനിമയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ള ഒരു ആളല്ല. എങ്ങനെ ഈ സിനിമയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? എപ്പോഴാണ് സിനിമാക്കാരനാകണം എന്നുള്ളൊരു? ഞാൻ പ്രീ ഡിഗ്രിക്ക് SB കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് PDCക്ക് പഠിക്കുന്നു, എൻ്റെ കസിൻ സെക്കൻഡ് PDCക്ക്. ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഫസ്റ്റ് PDC ആ സമയത്ത് ഹോസ്റ്റലായിരുന്നു, ഇച്ചിരി സ്ട്രിക്റ്റൊക്കെ ആയിരുന്നു. കുറച്ച് ഒരു ഹാഫ് ഡേ വെച്ചിട്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് മാറി, എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആ കസിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടുത്തെ, പുള്ളിയും ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇവർക്ക് രണ്ടുപേർക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എനിക്കും സിനിമ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ വന്ന തുടക്ക സമയമായതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും ക്ലാസ് കിട്ടിയാൽ പേടിയാണ്. ഒന്നാമതെ ഫാദർ MLA ആയതുകൊണ്ട് പ്രിൻസിപ്പൽ അച്ഛനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഇവൻ്റെ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇച്ചിരി എളുപ്പമായി, ചോദിക്കാനും പറയാനും ആളുമില്ലല്ലോ, മറ്റേ ഹോസ്റ്റൽ പോലെ. അപ്പം ഞാൻ പതുക്കെ ഇവന്മാരുടെ സിനിമ കാണാൻ പോയപ്പോൾ ഇവരുടെ നടുക്കിരുന്ന് ഇവരിതിൻ്റെ ഡയറക്ഷൻ്റെ ഓരോ സൈഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്പർ 20 മദ്രാസ് മെയിൽ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഒരു ട്രെയിനിലെ യാത്രയാണല്ലോ പറയുന്നത്. കൊല്ലത്ത് വന്നപ്പോൾ എഞ്ചിൻ്റെ നമ്പർ വേറെയാണ്, അത് കോട്ടയത്ത് വന്നപ്പോൾ വേറെ എഞ്ചിൻ. അപ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കണ്ടിന്യൂറ്റി പതുക്കെ ഞാൻ പോലും അറിയാതെ ഞാൻ അതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. അതിനകത്തേക്ക് അങ്ങനെ വന്ന് പിന്നെ പതുക്കെ ഞങ്ങളുടെ ഇതിനകത്ത് സിനിമാ സംഭാഷണങ്ങൾ ചർച്ചകളായി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ ഡിഗ്രിക്ക് പോയി. അന്നേരം ഞങ്ങളെല്ലാം ഓരോ വഴിക്ക് പിരിഞ്ഞു. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പഠിക്കണം എന്നുണ്ടായിരുന്നു, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പേരൻസ് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ. അവരോട് ചോദിച്ചപ്പോൾ മര്യാദയ്ക്ക് എഞ്ചിനീയറിങ്ങിന് നോക്കണമെന്ന് പിന്നെ അവരെ പറപ്പിച്ചു. പക്ഷേ എനിക്ക് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല, കാരണം ആ സമയത്തൊരു മഞ്ഞപ്പിത്തമൊക്കെ വന്ന് എനിക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു അതിലും നല്ലത് നിങ്ങൾ ആരോട് അസിസ്റ്റ് ചെയ്യുന്നതാണ്, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ കിട്ടും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, ഒരു ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ദിവസം കൂടി ഒരിടത്തിരുന്ന് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് അന്ന് എനിക്ക് വേണേൽ ദൂരദർശനിലായിരുന്നു ടെലിഫിലിം, ഷോർട്ട് ഫിലിം അല്ല ടെലിഫിലിം, അതൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ അത് നടന്നില്ല. അതാണ് പിന്നീട് മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ സിനിമയായത്. അവരിപ്പോൾ എന്താ ചെയ്യണത് ആ രണ്ടുപേരും? അവർ ഒരാൾ ബിസിനസ്, ഒരാൾ പുറത്ത് ഇവിടെ മസ്കറ്റിൽ. സിനിമയിലില്ല രണ്ടാളും? ഇല്ലില്ല, പക്ഷെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയും. അതിപ്പോൾ അല്ലാതെ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അച്ഛൻ MLA ആയിരുന്നു. ഈ രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? പണ്ട് ശ്രദ്ധിക്കാറൊന്നും ഇപ്പം ഇല്ല. എനിക്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു ഇത് പോയി. കാരണം എൻ്റെ ഫാദർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പം ഫാദർ മൂവാറ്റുപുഴ MLA ആയിരുന്നു. മക്കളാരും രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് ഫാദറിന് താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ഫാദറിൻ്റെ കൈൻഡ് ഓഫ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് പൈസ ഇറക്കി കളിച്ച രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഫാദറിന് ഇഷ്ടമാർ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മളതിൻ്റെ ഒരു ക്ഷീണം നമുക്കുണ്ടായി. കയ്യിൽ നിന്ന് ചേട്ടൻ എല്ലാവരും കരുണാകരൻ പോലും കൊച്ചേട്ടൻ എന്നാണ് പറയാറുന്നാണ്. അപ്പോൾ പറയും കൊച്ചേട്ടൻ്റെ പൈസ ഉണ്ട്, കൊച്ചേട്ടൻ ചെയ്തോളും. പിന്നെ വിച്ചാച്ചൻ തന്നെ പൈസ ഇറക്കി കളിച്ച് അങ്ങനെ ഇതായി. അപ്പം ഫാദർ പറയായിരുന്നു രാഷ്ട്രീയം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിൽ പഠിക്കുമ്പോൾ എന്നെ കൊച്ചേട്ടന് വേണമെന്നൊക്കെ പറഞ്ഞ് കൗൺസിലറാക്കാനും ഒക്കെ നിർത്താൻ ശ്രമിച്ചു. ഫാദറിനോട് പറഞ്ഞു വേണ്ടതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രത്തോളം താല്പര്യമില്ല. കാരണം എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരികയും എപ്പോഴും ചിരിച്ച് വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരാളെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവിടെ എലിഞ്ഞി ടൗണിൽ വെച്ച് കണ്ടപ്പം ഞാൻ ചിരിച്ചപ്പോൾ പുള്ളി മുഖം തിരിച്ച് കാണുന്നു, അങ്ങ് പോയി. അപ്പോൾ ഞാൻ ചേച്ചനോട് ചോദിച്ചു എന്ത് പറ്റി പുള്ളി ഇങ്ങനെ ചെയ്യുന്നു? പുള്ളി പറഞ്ഞു അയാൾ പറഞ്ഞൊരു കാര്യം നടത്തി കൊടുക്കാൻ പറ്റിയില്ല എന്ന്. അതായത് 10 കാര്യം ചെയ്താലും 11ാമത്തെ കാര്യം നടത്തി കൊടുത്തില്ലെങ്കിൽ ശത്രുവായിരിക്കും. പിന്നെ എനിക്ക് ഒട്ടും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, നമുക്ക് പരിചയമില്ലെങ്കിലും ചിരിച്ച് കാണിക്കണം. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
അപ്പം ഞാൻ എൻ്റെ ഫാദറിനെ, പക്ഷേ കുഴപ്പമില്ലെന്നറിയോ, ഫാദറിനെ ഞാൻ എപ്പോഴും ചില ക്രിട്ടിസൈസ് ചെയ്യും, കളിയാക്കുമായിരുന്നു. ഞാൻ പറയും ഭയങ്കര ഫേക്ക് സ്മൈലിംഗ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ തത്തുല്യമായൊരു ഫീൽഡിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സിനിമ രണ്ടിനും ഒത്തിരി സമാനതകളുണ്ട്. രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്, സിനിമയിൽ സക്സസ് ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്. കൂടെ നിൽക്കുന്നവരെല്ലാം എല്ലാവർക്കും സർവൈവ്, അതൊരു കുറ്റമൊന്നുമല്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ഇത്. അപ്പോൾ സിനിമയിലും ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ ഒത്തിരി അങ്ങനെ പബ്ലിക്കിൽ, എനിക്കിപ്പോഴും ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഒന്നും അറിയാൻ മേല. ഒന്ന് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പിന്നെ 1-2 കണ്ടാലൊന്നും ഞാൻ ചിലപ്പം പിന്നീട് കാണുമ്പോൾ തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് പേടിയാണ്. ഇപ്പം ഞാൻ നിങ്ങൾ നാളെ പുറത്ത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ ഇവന് ഭയങ്കര ജാടയെ എന്ന് തോന്നും. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് പറ്റത്തില്ല. ചിലർക്ക് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് ഫിറ്റല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ്. പിന്നെ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. നമുക്ക് വാക്കിന് വില വേണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മ ഭയങ്കര സ്ട്രോങ് ലേഡി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ധൈര്യം. കാരണം എൻ്റെ അതുപോലെ നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മക്കൾക്ക് ഓരോ ക്രൈസിസ് വരുമ്പോഴും അമ്മച്ചി ഭയങ്കരമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എനിക്ക് തന്നെ സിനിമയുടെയൊക്കെ ഒരു 1.5 വർഷം ഒരു പ്രൊജക്റ്റിൻ്റെ പുറകെ കഥയായിട്ട് നടന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഞാൻ മാത്രം പ്രൊജക്റ്റിൽ നിന്ന് പുറത്തായി. അപ്പോൾ സങ്കടമായിട്ട് ഞാൻ ഡിറ്റക്റ്റീവിൻ്റെ സബ്ജക്റ്റൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം ആലോചിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര സങ്കടം വന്ന് ഇരുന്നപ്പോൾ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, വേണം നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കുറച്ച് വിറ്റിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരിക്കലും ചെയ്യാനല്ല. പക്ഷേ അന്ന് ആ ഒരു സ്പിരിറ്റിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ്. ഞങ്ങളതിന് പൈസ മുടക്കില്ല. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രൊഡ്യൂസർ വന്നു. പക്ഷേ അതൊരു സപ്പോർട്ട് പോലെ ഞാൻ കൊടുത്തതാണ്. അപ്പം എല്ലാത്തിലും അമ്മച്ചി അങ്ങനെയാണ്. അമ്മച്ചി ഇപ്പോഴും ഷീസ് 86, ഒരു ക്യാൻസർ സർവൈവറാണ്. ഷീസ് ആൻ അയൺ ലേഡി. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ചെന്ന് കുറച്ചേരെന്ന് വർത്താനം പറഞ്ഞാൽ ഓക്കെ ആവും. ഡിറ്റക്റ്റീവിൻ്റെ ഒരു ആ സിനിമയുടെ ക്ലൈമാക്സും അതിൻ്റെ ഒരു പ്ലോട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത് സാറിന് എത്രത്തോളം ഗുണം ചെയ്ത കരിയറിലെ തുടക്കത്തിൽ തന്നെ? ശ്രദ്ധിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വലിയ നഷ്ടമൊന്നും വന്നില്ല ആ സിനിമ. കാരണം അതുപോലെ ചിലവ് ചുരുക്കി. 38 ദിവസം പ്ലാൻ ചെയ്ത സിനിമ 25ാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു 3 ദിവസത്തോടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതുപോലെ ഷൂട്ട് ചെയ്ത് തീർത്ത പടമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി പേര് സിനിമ ശ്രദ്ധിച്ചു. അതിനകത്ത് ഏറ്റവും എനിക്ക് ഭയങ്കര ഞാൻ മമ്മി അമ്മയുടെ പ്രിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ സുകുമാരി ടീച്ചറിനെ വിളിക്കാനായിട്ട് ചെന്നെത്തി. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സിനിമ ചെയ്തു. മമ്മി അമ്മ മോനെ പേര് കൊള്ളാമല്ലോ. ഞാൻ ഒരു അമ്മയമ്മളുടെ കഥയാണ്, ഒരു പ്രിവ്യൂ ഉണ്ട്, മാഡം വരണം. അപ്പം മോൻ്റെ ഫസ്റ്റ് സിനിമ അല്ല, എൻ്റെ സെക്കൻഡ് സിനിമ. ആദ്യത്തെ സിനിമ ഏതാ? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് മകളും ഉണ്ട്. അപ്പോൾ ഇവർ നോക്കിയിട്ട് ഡിറ്റക്റ്റീവ് ആ നൂലയിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയും. അപ്പം സ്ത്രീകൾക്കും ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ ആ സിനിമ ഒത്തിരി പേര് നോട്ട് ചെയ്തു. പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ ഫാമിലി ഓഡിയൻസിനെ കിട്ടിയില്ല. കാരണം ഏതോ ഒരു ജീത്തു ജോസഫ്, ഒരു അന്നത്തെ സുരേഷ് സാറ് തിരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ഇത് കിട്ടിയില്ല. ബട്ട് കുഴപ്പമില്ല. അപ്പോൾ അന്ന് രണ്ടാമതാണ് ഞാൻ ഈ മമ്മിയാൻമ എടുത്തിയത്. മമ്മിയാൻമയിലാണ് എനിക്ക് ഫാമിലി ഓഡിയൻസിനെ ശരിക്കും കിട്ടിയത്. അപ്പം ഡിറ്റക്റ്റീവ് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. ഫിൽം മേക്കർ കൂടുതൽ ഗുണം ചെയ്തത് മമ്മിയാൻമയുടെ ഡെഫിനറ്റ്ലി. കാരണം വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു സിനിമ ചെയ്ത് വിജയിപ്പിക്കുന്നതിനാണ് ഇപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക, ക്രെഡിറ്റ് നമുക്ക് തന്നെയാണല്ലോ അത്. അപ്പോൾ അതെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മൈ ബോസ്, മെമ്മറീസ്, ദൃശ്യം അങ്ങനെ വന്നു. അതിൽ ദൃശ്യവും മെമ്മറീസും ബാക്ക് ടു ബാക്ക് വന്നതോടുകൂടിയാണ് എന്നെ ത്രില്ലർ ഡയറക്ടറായിട്ട് ടാഗ് ചെയ്തത്. പക്ഷേ ഞാനത് കഴിഞ്ഞ് മാറ്റിമറിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ സിനിമകളിൽ ആക്ച്വലി എല്ലാവരും ചോദിക്കുന്നുണ്ട് ത്രില്ലർ അല്ലേ ഇഷ്ടം. ബേസിക്കലി ഞാനൊരു ത്രില്ലർ ഡയറക്ടറൊന്നും. എൻ്റെ എല്ലാ സിനിമയിലും ഞാൻ നോക്കുന്ന കഥാപരമായ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ വെച്ചിട്ട് ഉള്ള കഥകളാണ് നോക്കുന്നത്. അതിനകത്ത് ചിലതിനകത്ത് ക്രൈം വരും, ചിലതിനകത്ത് വേറെ ഇത്. ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ കഥ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാൻ കാര്യം വെച്ചാൽ ഇവിടുന്ന് ചില സാമ്പത്തിക ആവശ്യത്തിൽ കല്യാണം കഴിച്ച് പുറത്തു പോകേണ്ട ഒരാളുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഇത് വന്നു. അന്ന് ദിലീപ് ജിയുടെ സാധാരണ സിനിമകളിൽ വരുന്ന കൈൻഡ് ഓഫ് ക്ലൈമാക്സ് അല്ല ആ സിനിമയ്ക്ക്.
അതുകൊണ്ട് തന്നെ പിന്നെ ദൃശ്യം കഴിഞ്ഞു ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ദൃശ്യത്തിൻ്റെ ഡയറക്ടർ ഇത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പേടിയൊന്നുമില്ല. കാരണം എനിക്കൊരു ഡിഫറെൻറ്റ് ജോണർ ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒരു പാറ്റേൺ, ജോണറല്ല ഡിഫറെൻറ്റ് പാറ്റേൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ കഥയാണ് എന്നെ ആകർഷിക്കുന്നത്. അപ്പോൾ എന്നോടിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ജിത്തു എന്താണ് ഈ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും ചെയ്തത്? ഇപ്പോൾ റാം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അതങ്ങനെ വന്ന് വർക്കൗട്ട് മീൻസ് അത് ഹാഫ് വേ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കെപ്പോഴും എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് വരുമ്പോൾ ആ സബ്ജക്റ്റ് എന്നെ ആകർഷിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്ന കാര്യം, ഐ മീൻ സ്റ്റോറി ടെല്ലർ. എനിക്കൊരു കഥ പറയാം. ആ കഥ ഭയങ്കര കുറച്ച് നിങ്ങളൊക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട ക്യാരക്ടേഴ്സോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഇടയിൽ കണ്ടുപിട്ടുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യാൻ എപ്പോഴും എനിക്ക് താല്പര്യം. അപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കും, ജിത്തു എന്തിനാ കൊച്ചു സിനിമകൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഈയിടെ വന്ന വലതുവശത്തെ കള്ളൻ, ഓക്കെ, അതിന് തിയേറ്ററിൽ അത്ര വെൽ റിസീവ്ഡ് അല്ല. പക്ഷേ ഇപ്പോൾ OTT വന്നപ്പോൾ ഒത്തിരി പേര് എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്, മിക്സ്ഡ് റിവ്യൂസ് ആയതുകൊണ്ട് ഞങ്ങൾ തിയേറ്റർ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്തു. പേഴ്സണലി എനിക്ക് ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറിയാണ് പോകുന്നത്. യൂഷ്വലി എല്ലാവരും വിചാരിച്ചു മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ബിജു മേനോനും പൃഥ്വിരാജൂടെ ചെയ്തൊരു പടം ഉണ്ടല്ലോ, അയ്യപ്പനും കോശി പോലെ ജോജുവും ഇവരൂടെ വന്നിട്ട് അങ്ങനത്തെ ഒരു, അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ജോജുവിൻ്റെ ക്യാരക്ടർ ഇൻട്രോയിൽ മരിക്കുന്നു. അത് കഴിഞ്ഞപ്പം ആൾക്കാർക്ക് അതിൻ്റെ കുറച്ച് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം. ഞാൻ വിളിച്ചവരോടൊക്കെ ചോദിച്ചു, എനിക്കിതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു ആൻ്റണിയോട് ഞങ്ങൾക്കൊരു സിമ്പതി തോന്നിയില്ല. പക്ഷേ ശരിക്കും ആ ക്യാരക്ടറൊന്ന് ആലോചിക്കുക, തെറ്റുകളിലൂടെ ജീവിച്ച ഒരാൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ അയാളുടെ എന്താ പറയുക, അയാളത് റിപ്പൻറ്റ് ചെയ്ത് അതിനൊരു പ്രായശ്ചിത്തം ചെയ്ത് തിരിച്ചു വരുന്ന പോലെയാണ്. അതാണ് ആ പേര് ശരിക്കും വലതുവശത്തെ കള്ളൻ എന്നുള്ള പേര് ചെയ്ത്. അത് പലർക്കും മനസ്സിലായില്ല. രസം വെച്ചാൽ പേര് മനസ്സിലായെങ്കിലും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള ചില ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സിലായില്ല. അപ്പം ചിലപ്പോൾ പിന്നെ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഞാൻ കഥ പറഞ്ഞ സ്പീഡ്. കുറേ പേര് പറഞ്ഞു കുറേ സെക്കൻഡ് ഹാഫിൽ പല കാര്യങ്ങളും കിട്ടിയില്ല. പിയാത്ത എല്ലാവർക്കും അറിയില്ല. പിയാത്ത എന്ന് പറഞ്ഞാൽ അമ്മയുടെ മടിയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലർക്കും കിട്ടിയില്ല. മേ ബി ഞാനത് സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്തൊരു രീതിയുണ്ട്, ഫുൾ മൂമെൻറ്റിലാണ് ഷൂട്ട് ചെയ്തത്. അതായത് ആൻ്റണിയുടെ കെയോസ് ഉണ്ടല്ലോ, ലൈഫിലെ കെയോസ്, അത് ആ ഷോട്ടുകളിലൂടെ ഇങ്ങനെ ആ മൂമെൻറ്റിലൂടെ അങ്ങനെ ഒരു സ്പീഡിലാണ് പോയത്. മേ ബി അതുകൊണ്ടായിരിക്കാം അതങ്ങ് മിസ് ചെയ്തു. പിന്നെ വലിയ സ്പൂൺ ഫീഡിങ്ങിന് പോയില്ല. കാരണം എൻ്റെ സിനിമകളിൽ സ്പൂൺ ഫീഡിങ് ഇച്ചിരി കൂടുതലാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, സ്പൂൺ ഫീഡ് ചെയ്യണം. കാരണം ഇനി അത് മടിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ വരുന്നതിനകത്ത് ചിലപ്പം പ്രായമായ 50 വയസ്സ് 55 60 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു 25കാരന് കിട്ടുന്ന അതേ സ്പീഡിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ പലർക്കും പല IQ ലെവലില്ല. അപ്പം കുറച്ചൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യുക. കാരണം സിനിമ കാണുന്നവർക്കത് മനസ്സിലായില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഇതാണ്. ഞാൻ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ പുതിയത് പഠിച്ച് പിന്നെ അതനുസരിച്ച് ഓഡിയൻസ് മാറിക്കൊണ്ടിരിക്കുക, അവരുടെ പൾസ് അനുസരിച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകും. ഓവർ ദി പീരീഡ് ഓഡിയൻസിന്റെ ടേസ്റ്റിൽ വന്നിട്ടുള്ള മാറ്റം, ഇപ്പോൾ ഒരു 20 years ആയിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? അല്ല, അതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ഉള്ള മാറ്റം എന്ന് വെച്ചാൽ ഈ കുറച്ച് സമയം കൂടുതൽ ഒരു ലാഗ് എന്ന് പറയില്ല, വന്നു കഴിയുമ്പോൾ എല്ലാവരും ഫോണിലേക്ക് പോകും. അപ്പം ഇപ്പോൾ വലതുവശക്കള്ളൻ പോലെയുള്ള സിനിമ സെക്കൻഡ് ഹാഫിൽ ഒരാളെന്നോട് പറഞ്ഞു, സെക്കൻഡ് ഹാഫ് ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ കുറച്ച് ലാഗുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാനതങ്ങനെ വിട്ടു. എനിക്ക് അറിയാവുന്ന ഒരാളാണ്, ജെന്യുവനായിട്ട് മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. അത് ഇനി വേറെ പലരും വേറെ പല കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഈ മനസ്സിലാകാൻ മേലായെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു, അന്നിങ്ങനെ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചിട്ട് ഇന്ന ഏരിയയിൽ ഇതൊക്കെ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകാതെ വന്നപ്പം കഥയിൽ നിന്ന് ഡിറ്റാച്ച്ഡായി. ആ ഡിറ്റാച്ച്ഡായപ്പം ഓട്ടോമാറ്റിക്കലി ലാഗായി. മനസ്സിലായി? അപ്പോൾ പല രീതിയിലുണ്ട്. പിന്നെ എനിക്കിപ്പോൾ എല്ലാവരും പറയുന്നത് പുതിയ ജനറേഷൻ കൂടുതലും ചെറിയ ഇത് വരുമ്പോൾ പിന്നെ പെട്ടെന്ന് ഫോൺ. നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ ഫ്രണ്ട് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഫോണിൻ്റെ ലൈറ്റുകൾ കാണും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, കാലം മാറുന്നതനുസരിച്ച് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ അറ്റൻഷൻ സ്പാൻ അങ്ങനെ പറയുന്നു, റീൽസ് അത് മാറാൻ ചിന്തിക്കേണ്ട രീതിയുണ്ടോ? മേക്കിങ്ങിന്റെ സ്റ്റൈലൊക്കെ ഇത് നമ്മുടെ ഒരു ഫിലിം മേക്കർ എന്നുള്ളത് ഞാൻ എടുക്കേണ്ട ഡിസിഷനാണ്. എനിക്ക് എൻ്റെ സ്റ്റൈലിൽ തുടരണോ, അതിന് തുടരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ കണ്ടിന്യൂസ്ലി അത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയാൽ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ സർവൈവ് ചെയ്യാതെ വരും. സർവൈവ് ചെയ്യാതെ വന്നാൽ ഞാൻ പതുക്കെ പുറത്താവും.
അപ്പം ഞാൻ എക്സിസ്റ്റൻസിന് വേണ്ടി കുറച്ച് മാറണോ വേണ്ടയോ, ഇതൊരു ഫിലിം മേക്കറുടെ ചോയ്സാണ്. ഇപ്പം ചില സിനിമകൾ കാണുമ്പോൾ അറിയാം അവർക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്ക് മനസ്സിലാക്കി തന്നെ സിനിമ ചെയ്ത് പിടിക്കേണ്ട രീതിയിലുള്ള ഓഡിയൻസിനെ കയ്യിലെടുത്ത് അതിന് ഫിനാൻഷ്യലി ആ പഴം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതൊരു മോശം സിനിമയാണെന്നൊന്നും, അല്ലെങ്കിൽ അതൊരു മോശം രീതിയാണെന്ന് ഞാൻ പറയാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്ക് ഇപ്പം എനിക്കെപ്പോഴും വെച്ചാൽ ഒരു കഥാപാത്രത്തോട് അപ്രോച്ച് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് മാക്സിമം അപ്രോച്ച് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമകളിൽ ഇപ്പം ഞാൻ കഴിയുന്നത് ആക്ഷൻ പോലും എപ്പോഴും കുറച്ച് മാക്സിമം ഒരു സ്റ്റെപ്പിൽ കൂടുതൽ കയറ്റി വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഞാൻ ചെയ്ത റാമെന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഓൾറെഡി ഇതൊക്കെ അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. അതിൽ പോലും ഫൈറ്റ് വന്നപ്പോൾ ഞാൻ ഈ ടിപ്പിക്കൽ നമ്മുടെ ഹെവി മറ്റേ മാസ് പടങ്ങളിലെ കൈൻഡ് ഓഫ് ആക്ഷൻ അല്ല യൂസ് ചെയ്തത്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, എന്നാൽ ഒരു ഹീറോയിസമൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ അതുപോലെ ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ സെറ്റ് ഇടുമ്പോൾ ഞാൻ മാക്സിമം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ചിലതുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫിക്കേഷൻ നടത്തും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയാണോ, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഞാൻ സിനിമാറ്റോഗ്രാഫർ ആ ഡയറക്ടറോടും പറയും എനിക്കിത് വേണ്ട, എനിക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് മതി. പക്ഷേ അത് കുറേ ആൾക്കാർക്ക് പറയുന്നത് പ്രൊഡക്ഷൻ വാല്യൂ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും അതൊന്ന് വേറെ രീതിയിൽ പൊലിപ്പിച്ചാൽ അതാണ്, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് എനിക്കറിയില്ല, മേ ബി. പക്ഷേ എനിക്കും കാലത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട്. കാരണം പുതിയ ഓഡിയൻസിന് എൻ്റെ സിനിമ മനസ്സിലാവണം, ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനതിന് ശ്രമിക്കും. എനിക്കറിയില്ല, എനിക്ക് എൻ്റെതായ രീതിയിൽ ശ്രമിക്കും, അത്രയും. ഈ OTT വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് രീതിയിൽ സിനിമ, ഒന്ന് തിയേറ്റർ എക്സ്പീരിയൻസ്, പിന്നെ ചിലത് OTTക്ക് വേണ്ടി, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സത്യമല്ലേ ഞാൻ ചോദിക്കുന്നത്? ഒരു കൊച്ചു പടം, നല്ലൊരു ഫീൽ, അങ്ങനെ വന്ന ഒരു ഇപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയ ഇതുണ്ടല്ലോ മോഹിനിയാട്ടം, നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട്. ഞാനും പടം കണ്ടു, നല്ല രസമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ ഉണ്ടല്ലോ, ഭരതനാട്യം. അത് തിയേറ്ററിൽ ഒപ്പീനിയൻ ഉണ്ടായിട്ടും തിയേറ്ററിൽ സർവൈവ് ചെയ്തില്ല. അന്നൊക്കെ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഞാൻ നല്ല പടമാണെന്ന് കേട്ടു. അന്നേരം എന്നോട് 1-2 പേര് പറഞ്ഞത് OTT വരുമ്പോൾ കാണാം. കാരണം അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ഒരു ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയാലൊരു നോർമൽ ഡീസൻറ്റ് തിയേറ്ററിൽ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു 1000-1200 രൂപ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ചിലത് ആൾക്കാർ ചിന്താതിയാ ഇത് OTTയിൽ കണ്ടാലും മതി. പക്ഷെ ചില സിനിമകൾ, ഇപ്പം ലോക പോലത്തെ ഒരു സിനിമ, അത് OTT കണ്ടാൽ കാര്യമില്ല. അത് തിയേറ്ററിൽ വന്നതിന് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് എഫക്ട്സും അതും ഇതും. അപ്പം അവിടെ ആൾക്കാർ ചൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ പോയി ഇത് ഒരു 28-30 ദിവസം കഴിയുമ്പോൾ OTT കാണാമല്ലോ, അങ്ങനത്തെ പടമല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ശരിക്കും ഹ്യൂമർ സിനിമയ്ക്കാണെങ്കിൽ പോലും നമ്മൾ തിയേറ്ററിലൊരു ഹോളിലിരുന്ന് നമ്മളിങ്ങനെ ഇരുന്ന് കാണുമ്പം കുറേ ആൾക്കാർ ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു. അത്ര വലിയ ചിരി വന്നില്ലേ പോലും നമ്മൾ ആ കൂടെ ചിരിച്ചു പോകും. അതാണ് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേറൊരു സൈഡുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒത്തിരി ഫാക്ടേഴ്സ് കണക്കിലാക്കണമല്ലോ. കണക്കിലെടുക്കുമ്പോൾ സാമ്പത്തികം ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ആദ്യം ഈ ഓഡിയൻസ് ടേസ്റ്റിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ ദൃശ്യം 1-ൽ നിന്ന് 3-ലേക്ക് എത്തുമ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ ഫാക്ടറിങ് ചെയ്തിട്ടുണ്ടോ ആ മേക്കിങ്ങിൽ? ഇല്ല, ദൃശ്യം ഞാൻ ഒറ്റ ഇതാണ്, ആ ഫാമിലി ഇമോഷൻ, ആ ഫാമിലിയുടെ ഓർഗാനിക്കായിട്ടുള്ള വളർച്ച എന്താണ്, ഇത്ര വർഷം കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ സാധ്യതകളുണ്ട്, അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാം, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണമെന്നൊരാഗ്രഹമുണ്ട്. അത് ഞാൻ എൻ്റേതായ രീതിയിൽ അപ്പോഴും അത് ഒരു ഓർഗാനിക്കലി അത് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ദൃശ്യം ഓൾറെഡി ഇതായതുകൊണ്ട് ദൃശ്യം ഇനിയിപ്പം നാളെ എത്ര അത്രയൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, 3rd ഒന്ന് കഴിയണം. അപ്പം ഞാൻ എങ്ങനെ ചിന്തിച്ചാലും എനിക്ക് ദൃശ്യത്തെക്കുറിച്ച് ഒരേ രീതിയിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ ട്രാക്കാണ് ഞാൻ ഫുള്ള് പിടിക്കുന്നത്. അത് ട്വിസ്റ്റോ ഇതോ ഒന്നുമല്ല, അത് ആ ഇമോഷൻസാണ്. അത് ആ ഫാമിലിയുടെ ഇമോഷൻസാണ്. ഓരോ ക്യാരക്ടേഴ്സിനും എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ.